10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ പെൺകുട്ടികൾ, 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾ, അവർക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ പഠിക്കാനുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ദാൽഹുദയിൽ കോളേജിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ദാൽഹുദയുടെ സിപെറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, പൊതുവിദ്യാഭ്യാസ പദ്ധതി. അതിൽ പെൺകുട്ടികൾക്ക് മഹദിയ കോഴ്സിൻ്റെ 5 വർഷത്തെ കോഴ്സ് നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 60 സെൻറ്ററുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മലപ്പുറം ജില്ലയിൽ മാത്രം 31 സെൻറ്ററുണ്ട്. നമുക്ക് വല്ലതും അറിയോ? നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കാൻ സൗകര്യം 31 കോളേജ് മലപ്പുറം ജില്ലയിലുണ്ട്. 2 കോളേജ് റെസിഡൻഷ്യലാണ്, ബാക്കി ഡേ കോളേജുകളാണ്, പോയി വരാവുന്നതാണ്. ഞാൻ നമ്മുടെ മലപ്പുറം ജില്ല അങ്ങ് പറയാം. കോഴിക്കോട് 8 കോളേജുണ്ട്, കാസർഗോഡ് 8, പാലക്കാട് 7, കണ്ണൂർ 6, കർണാടകയിൽ 1, വയനാട് 3, പിന്നെ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ഓരോന്ന്. 31 മലപ്പുറത്താണ്. ഈ പരിപാടി മലപ്പുറത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലപ്പുറത്തൊന്ന് പറയട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ SSLC ഒക്കെ പരീക്ഷ കഴിഞ്ഞിരിക്കില്ലേ? അപ്പം എന്ത് ചെയ്യുക? ആ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് പ്ലസ് 1, പ്ലസ് 2, ഡിഗ്രി 3 വർഷം, ഡേ കോളേജ്, പോയിട്ട് തിരിച്ചു വരുന്ന താമസിക്കാത്ത കോളേജുകളാണ് കൂടുതലുള്ളത്. ഒന്ന് പറയാം, ഒന്ന് വേങ്ങരയാണ്, അൽ വർദ വുമൻസ് കോളേജ് വേങ്ങര. പിന്നെ IDN ജൂനിയർ കോളേജ് ഫോർ വിമൻ ചെറമംഗലം സൗത്ത്, ഇവിടെ അടുത്തന്നെയുള്ളത്. അതെ, അൽ അസ്ഹർ ഗേൾസ് അക്കാഡമി ആനങ്ങാടിയുടെ വരപ്പങ്ങാടി അല്ലേ. പിന്നെ അൽ ഫാറൂഖ് അക്കാഡമി തൃപ്പനച്ചി മഞ്ചേരി അടുത്ത്. അൽ ബത്തൂൽ വിമൻസ് കോളേജ് പെങ്ങാട് ഐക്കരപ്പടി. ഫാത്തിമ ഇസ്ലാമിക് വിമൻസ് കോളേജ് മൂർക്കനാട്. ഷൈൻ ഗേൾസ് ക്യാമ്പസ് പുല്ലാര. ഖിദ്മ വിമൻസ് അക്കാഡമി ചെമ്മാട്. അൽ മവദ്ദ വിമൻസ് കോളേജ് അയ്യായ റോഡ് കോരാട്. അവിടെ സ്ഥലം അയ്യായ, ഇവിടെ തന്നെ. പഠിച്ചോനെ, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? പിന്നെ ചെങ്ങാനിയിലുണ്ട് എൻലൈറ്റൻ ഇസ്ലാമിക് വിമൻസ് കോളേജ് ചെങ്ങാനി. വെന്നിയൂരുണ്ട് അൽ വർദ വിമൻസ് കോളേജ് വെന്നിയൂര്. സിദ്ര വിമൻസ് കോളേജ് താനൂര്. ഷിറാസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫോർ ഗേൾസ് പറപ്പൂർ ആലച്ചുള്ളി, അങ്ങനെ സ്ഥലമുണ്ട്. പറപ്പൂർ ആലച്ചുള്ളിയിലാണ് ഇതിൽ ഷിറാസ്. ഉസ്വ വിമൻസ് കോളേജ് പനങ്ങാങ്ങര, പെന്തമണ്ണ ഇല്ലേ. അൽവർദ വിമൻസ് കോളേജ് മൂന്നിയൂര്, ചെമ്മാട് മൂന്നിയൂര്. സെഹ്റ വിമൻസ് അക്കാഡമി തിരൂര്. പിന്നെ കോക്കൂരുണ്ട് KNK മെമ്മോറിയൽ വിമൻസ് കോളേജ്. പിന്നെ പടിഞ്ഞാറ്റുമുറിയിലുണ്ട് ഫസ്ഫരി വിമൻസ് അക്കാഡമി. പടപ്പറമ്പുണ്ട് മൗണ്ട് സീന വിമൻസ് കോളേജ്. കോട്ടക്കൽ പുത്തൂരുണ്ട് ഷിറാസ് ഗേൾസ് ക്യാമ്പസ്. വൈലത്തൂരുണ്ട് ബൈത്തുൽ ഹുദ വിമൻസ് കോളേജ്. നെല്ലിക്കുത്ത് മഞ്ചേരിയിലുണ്ട് നജാഹ് അക്കാഡമി ഫോർ ഗേൾസ്. വണ്ടൂരുണ്ട് ഹംദിയ വിമൻസ് കോളേജ്. പിന്നെ അത് ആലപ്പുഴ നീർക്കുന്നം. മലപ്പുറത്ത് തന്നെ വേറെ ഉള്ളത് തെയ്യോട്ടിച്ചിറ പാലക്കാടല്ലേ, തെയ്യോട്ടിച്ചിറ KMIC വിമൻസ് കോളേജ്. പിന്നെ വെളിയങ്കോട് ഇസ്ലാമിക് സെൻറ്റർ വെളിയങ്കോട്. ഹിമായ ഇസ്ലാമിക് വിമൻസ് കോളേജ് അമ്മിനിക്കാട്. പിന്നെ പെരിന്തൽമണ്ണയുണ്ട് ഹരിത ആർട്സ് കോളേജ്. കോട്ടപ്പാടത്തുണ്ട് MIC വിമൻസ് അക്കാഡമി. അത് പിന്നെ പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. ഏതായിരുന്നാലും ഇത് നമ്മുടെ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഡേ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പോയി പഠിച്ചു വരാൻ സൗകര്യം. പിന്നെ അതത് കോളേജുകൾ എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഫീസുകൾ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. അത്രയും ഈ ഉമ്മത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. 60 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. 60 സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതിൽ 31 മലപ്പുറത്ത് തന്നെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഇനി സൗകര്യമില്ലാത്തതുകൊണ്ട് പഠിച്ചവനെ പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. സൗകര്യങ്ങളുണ്ട്, നമ്മളത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.